എത്ര മെലിഞ്ഞിട്ട്? നീ ഒന്നും കഴിക്കാറില്ലേ? നീ നല്ലോണം തടി വെച്ചല്ലോ, കുറച്ച് ഭക്ഷണം കുറക്കണം. ബോഡി ഷേമിംഗ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ആദ്യം വെയിറ്റിനെ കുറിച്ചുള്ള കമന്റ്സ് ആയിരിക്കും. പക്ഷേ അത് അതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നീ എന്താ എത്ര മെലിഞ്ഞിട്ട്? നീ ഒന്നും കഴിക്കാറില്ലേ? നീ നല്ലോണം തടി വെച്ചല്ലോ, കുറച്ച് ഭക്ഷണം കുറക്കണം. ഇങ്ങനെയുള്ള കമന്റ്സ് പലർക്കും ഒരു തമാശയായിരിക്കും. പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് അതൊരു തമാശയായിട്ട് തോന്നണമെന്നില്ല. ബോഡി ഷേമിങ് ഒരിക്കലും ഒരാളെ മാറ്റാനുള്ള മാർഗമല്ല, മറിച്ച് അത് സെൽഫ് കോൺഫിഡൻസ്, ബോഡി ഇമേജ്, സെൽഫ് എസ്റ്റീം എന്നിവയെ ബാധിക്കുകയും അവരുടെ സെൽഫ് ഡൗട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള കാരണമാകും. പ്രത്യേകിച്ച് കുട്ടികളിലും ടീനേജേഴ്സിലും ഇതിന്റെ സ്വാധീനം കൂടുതലായിരിക്കും. ഒരാളുടെ ശരീരം കണ്ടിട്ട് അവരുടെ ഹെൽത്ത് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളോ ഹോർമോണൽ ചേഞ്ചസോ മെഡിക്കൽ കണ്ടീഷൻസോ ഒന്നും നമുക്കറിയില്ല. അവരുടെ കാര്യത്തിൽ കൺസേൺ കാണിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അത് ബോഡി ഷേമിങ്ങിലോട്ട് മാറുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഒരാളുടെ ശരീരത്തെ പറ്റി കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. നമ്മൾക്ക് വെറും ഒരു തമാശയായ വാക്ക് മറ്റൊരാൾക്ക് വർഷങ്ങളോളം മറക്കാൻ കഴിയാത്ത ഒരു മുറിവായിട്ട് മാറും. സോ ലെറ്റ്സ് നോർമലൈസ് റെസ്പെക്ടിങ് പീപ്പിൾ, നോട്ട് ജഡ്ജിങ് ബൈ ദയർ ബോഡീസ്. അപ്പോൾ ഓക്കെ, ബൈ.